ഒടുവിൽ ആ വിധി വന്നിരിക്കുകയാണ്. ചെകുത്താൻ എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പാപത്തിന് തൂക്കുകയർ എന്ന് തന്നെ, ഒരു പാപിക്ക് തൂക്കുകയർ കിട്ടിയിരിക്കുന്നു, കൊടും ക്രൂരതയ്ക്ക് തൂക്കുകയർ കിട്ടിയിരിക്കുന്നു. എത്രയൊക്കെ നമ്മൾ നീചമായ വാക്കുകൾ ഉപയോഗിച്ചാലും മതിയാകില്ല എന്നുള്ളതാണ് കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം. കോടതിയെ ഏറെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ന് കോടതിയുടെ വിധിയെ ജനങ്ങൾ മുഴുവൻ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്, പ്രത്യേകിച്ച് ഷാരോണിൻ്റെ വീട്ടുകാർ. പക്ഷെ അപ്പോഴും ഒരുപക്ഷെ ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചതിന് ഈ വിധി ഷാരോൺ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഗ്രീഷ്മ രക്ഷപ്പെടണം എന്നുള്ളത് തന്നെയായിരിക്കും ഷാരോണിൻ്റെ ആത്മാവ് ആഗ്രഹിച്ചത്. അങ്ങനെയല്ലേ മാഷെ പറയേണ്ടി വരുന്നത്? അല്ല, അത് എനിക്ക് തോന്നുന്നത് ഈ ഷാരോൺ വലിയൊരു റൊമാൻറ്റിക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാൽപ്പനിക സങ്കല്പത്തിനകത്ത് അദ്ദേഹം പൂജിച്ച ഒരു പ്രേമഭാജനമായിട്ടാണ് ഗ്രീഷ്മ. പക്ഷേ നമുക്കറിയാം ഗ്രീഷ്മയുടെ ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും കാണുന്ന സമയത്ത് അത് എന്താണ്, ഒരു റൊമാൻറ്റിക്കിന് അങ്ങനെയൊക്കെ വിചാരിക്കാമെങ്കിലും സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു യക്ഷിയുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മ കാണിച്ച. അല്ലെങ്കിൽ മനുഷ്യന് ഒരിക്കൽ പോലും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പൈശാചികത അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കറിയാൻ കഴിയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ ഒരു ചതിയിൽപ്പെടുത്തി? അവർക്കറിയാമായിരിക്കും ഇയാൾ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. പക്ഷേ അതിക്കും നടന്ന ചില സംഭവങ്ങളായിരിക്കാം ഈ വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്ക് പോയത്. പക്ഷേ എത്ര വെറുത്താലും എത്ര വൈരാഗ്യം പുലർത്തിയാലും ഒരാളുടെ ജീവനെ എടുക്കാനായിട്ട് ആർക്കാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? അപ്പം പ്രകൃതിയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ലഭ്യമാകുന്ന ആ ഒരു ജീവിതത്തെ പറിച്ചെടുക്കാൻ ആർക്കെങ്കിലും ഈ ഭൂമത്ത് അവകാശം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കൊലപാതകങ്ങളെ അതിശക്തമായിട്ട് എതിർക്കുന്നത്. ഇത്തരത്തിലുള്ള ഗൂഢമായ ഏറ്റവും പാവം നിറഞ്ഞിരിക്കുന്ന പ്രവൃത്തി, അതായത് മനുഷ്യൻ്റെ പ്രവർത്തനത്തിന് പറ്റിയ ഒരു കാര്യമായിട്ട് ഇതിനെ ആരും പരിഗണിക്കില്ല. അതുകൊണ്ടാണ് കോടതി അങ്ങനെ തൂക്കുകയർ കൊടുത്ത സമയത്ത്, ഇതിനെ തൂക്കിക്കൊല്ലൂ എന്ന് പറയുന്ന സമയത്ത് ആളുകൾ കൈയടിക്കാനായിട്ട് തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ തയ്യാറാവില്ല. ഒരാളെ തൂക്കിക്കൊല്ലാനായിട്ട് കോടതിയല്ല ആര് പറഞ്ഞാലും അത് ഒരു മനുഷ്യജീവി ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് വേണ്ട. അതുകൊണ്ടാണ് ഈ ആധുനിക കാലത്ത് ഈ വധശിക്ഷ എന്ന് പറയുന്നത് വേണ്ട എന്ന് പറയുന്ന വാദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകുന്നുണ്ട്. അവരങ്ങനെ വാദിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതൊരു മനുഷ്യജീവനെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ്. പഴയ കാലത്തുണ്ടായിരുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാ സമ്പ്രദായമാണ്. അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രതികൾ, കുറ്റക്കാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഈ ക്രൂരമായിട്ടുള്ള കൊടും ക്രൂരന്മാരുടെ പ്രവർത്തനങ്ങൾ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് കോടതിക്ക് ചെയ്യാനൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. കോടതിയെ കൃത്യമായിട്ട് ചെയ്തു. കോടതി അക്കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് ഈ വിഷയത്തിലെടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടും അവരുടെ സമീപനവും ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് വരാൻ പലപ്പോഴും നമ്മൾ ഈ പോലീസിനെ ചീത്ത വിളിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ പോലീസിനെ കയ്യടി കിട്ടിയിരിക്കുകയാണ് ചെയ്തത്. പോലീസിനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് ഭരണകൂടത്തിൻ്റെ യന്ത്രമായിട്ട് നിന്ന്, ഉപകരണമായിട്ട് നിന്ന് എല്ലാ തോന്നിയാസങ്ങളും കാണിക്കുന്ന ഒരു സംവിധാനം. കുറ്റവാളിയെ സംരക്ഷിക്കുന്നു, സൗകര്യം കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപത്തിന് എപ്പോഴും വിധേയമാകുന്നതാണ്. ഇന്നും ഇന്നലെയൊക്കെ ആ തരത്തിലുള്ള ആക്ഷേപം അവർ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ കോടതിയിൽ നിന്നും അവർക്ക് വലിയ തരത്തിൽ അഭിനന്ദനങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത സമയത്തൊരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞത് ഷീസ് ബ്രില്യൻ, റാങ്ക് ഹോൾഡറാണ്, മിടുക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഒരു കുറ്റവാളിയെ കുറച്ചുകൂടി ഒരു സെലിബ്രിറ്റി മൂഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങൾ പോലീസിന് ഈ കേസിൽ ഏറ്റെടുക്കേണ്ടി വന്നു. മാത്രമല്ല ഈ തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്ത് ഒരു ട്രിപ്പ് മോഡിലാണോ പോലീസ് ഈ തെളിവെടുപ്പ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളൊക്കെ വന്നു. അപ്പോഴും എല്ലാവരും ചോദിച്ചത്, ഇതൊക്കെ പോലീസ് പറയുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് ജീവൻ പോയ ഒരു മകൻ്റെ അച്ഛനും അമ്മയും സഹോദരനും ജീവിച്ചിരിപ്പുണ്ട്. അവർ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അവർക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. പോലീസ് ഒരു കുറ്റവാളിയെ ഇത്ര സെലിബ്രിറ്റി ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴും എന്നുള്ളത്. അപ്പോൾ അത്തരം വലിയ വിമർശനങ്ങൾ. അപ്പോൾ എല്ലാവരും കരുതി, ഇവിടെ ഈസി ആയിട്ട് ഊരി വരും, പോലീസ് അത്ര വലിയ കടുകട്ടിയുള്ള കുറ്റപത്രങ്ങളൊന്നും സമർപ്പിക്കാൻ വഴിയില്ല, ലൂപ്പോളൊക്കെ ഇട്ടുകൊണ്ട് ഈസി ആയിട്ട് ഊരി വരാൻ പറ്റുന്ന തരത്തിലായിരിക്കും പോലീസിൻ്റെ നീക്കങ്ങൾ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. പ്രവർത്തിക്കേണ്ടിടത്ത് നല്ല രീതിയിൽ, വേണ്ട രീതിയിൽ ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനി ഒരു ചെറുപ്പക്കാരനും ഇത്തരം ക്രൂരതയിൽ പെട്ടുപോകരുത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കതായ ഒരു ശിക്ഷ തന്നെ ഈ കുറ്റവാളിക്ക് ലഭിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പോലീസിൻ്റെ നീക്കം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്? അതെ, പോലീസ് നൽകിയ കുറ്റപത്രം തന്നെയാണ് കോടതിക്ക് എപ്പോഴും പിടിവലിയായി തീരുക. കുറ്റപത്രം ദുർബലമായി കഴിഞ്ഞാൽ
അല്ലെങ്കിൽ അതിൽ അവർ ആ എന്താണ് കേസിൻ്റെ നാൾവഴികളും സംവിധാനങ്ങളുമൊക്കെ എഴുതി തയ്യാറാക്കുന്ന FIR മുതലിങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. അത് വളരെ കൃത്യമായിരിക്കണം. വളരെ സൂക്ഷ്മമായിട്ട് ഈ എന്താണ് കുറ്റക്കാരനെ ശിക്ഷിക്കുന്നതിന് പറ്റുന്ന തരത്തിൽ അവരെഴുതി വെച്ചാൽ മാത്രമേ കോടതിക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒരു വശത്ത് അവർ ഗ്രീഷ്മയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. റാങ്കുകാരിയാണ്, വളരെ എന്താണ് നമുക്ക് മിടുക്കിയാണ്, നല്ല എന്താണ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ കുശാഗ്രബുദ്ധി അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, റാങ്ക് ഹോൾഡറിൻ്റെ കപ്പാസിറ്റിയൊക്കെ പ്രവർത്തിച്ചു. എന്തിനാണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ അത് ഒരാളെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ആ എല്ലാ സെലിബ്രിറ്റി ക്യാരക്ടറിനെയും ക്രിമിനലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പാകപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഗ്രീഷ്മയെ നമ്മൾ കണക്കാക്കേണ്ടത്. മനുഷ്യന് കഴിവുകളുണ്ടാകും. ആ കഴിവുകൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മളതിന് എന്ത് ചെയ്യുന്നത്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അതിന് നമ്മൾ അവർക്ക് അതൊരു ഗുഡ് വിൽ പ്രോസസ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അംഗീകരിക്കുന്നത്. അതിന് പകരം ഉള്ള കഴിവ് മുഴുവനും മനുഷ്യരെ ഉപദ്രവിക്കാനും മനുഷ്യരെ ഇല്ലാതാക്കാനും വേണ്ടി നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരൊരിക്കലും സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്നതല്ല. അത് പോലീസ് അങ്ങനെ പറഞ്ഞത് അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മുൻപ് ഇവരിങ്ങനെ ആയിരുന്നല്ലോ, നല്ല രീതിയിൽ പഠിച്ചിരുന്നൊരു കുട്ടിയല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സാന്ദർഭ്യമായിട്ട് പറഞ്ഞു പോയത് മാത്രമാണ്. അതല്ലാണ്ട് ഒരിക്കലും ഇവരെ സെലിബ്രിറ്റിയാക്കി മാറ്റുക എന്ന് പറയുന്ന ഉദ്ദേശത്തോട് ചെയ്തതല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആളുകൾ ഇത് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അവർക്ക് പ്രശ്നങ്ങൾ തോന്നുന്നു, അവർ പോലീസിനെതിരെ കലാപം ഉയർത്തുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു, ഇവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊരു വെറും കഷായ കേസായിട്ട് മാറും എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് പോലീസിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് പോലീസ് നിർവഹിച്ചു എന്ന് മാത്രമല്ല 100% പെർഫെക്റ്റായിട്ട് പോലീസിന് റാങ്ക് കൊടുക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എന്നാണ് കോടതി എന്ത് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള പോലീസിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ പോലീസിനെ എന്തൊക്കെ തരത്തിൽ വിമർശിച്ചാലും, ഇപ്പോൾ നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പുഴിക്കുത്തുകളുണ്ട്. പക്ഷേ ഈ ഉത്രാവത കേസ്, വിസ്മയ കേസ്, ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസ്, കൂടത്തായി ജോളി, നമ്മൾ അങ്ങനത്തെ ചില കേസുകൾ എടുക്കുമ്പോൾ പോലീസ് കൃത്യമായി തന്നെ അതിൽ നിലപാടുകൾ എടുക്കാറുണ്ട്. കൃത്യമായി തന്നെ പോലീസ് അതിൽ ശിക്ഷാവിധിക്കുള്ള എല്ലാ പഴുതുകളും അടച്ചുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ പോലീസിനറിയാം ഏത് തരത്തിൽ ഈ കുറ്റവാളികൾ ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞത് ഇപ്പോൾ ഗ്രീഷ്മയെ വെറുതെ വിട്ടല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഇതേ കുറ്റം ഇനിയും ഈ പെൺകുട്ടി ആവർത്തിക്കപ്പെടാം, അത് വരാതിരിക്കണം, അതിനു വേണ്ടി കൂടിയാണ് ഈ വിധി എന്നുള്ളതാണ് കോടതി കൃത്യമായി പറഞ്ഞത്. അപ്പോൾ പോലീസിൻ്റെ ആ കുറ്റപത്രത്തിലെ പല കേസുകളിലെയും പോലീസിൻ്റെ ഇത്തരം പല പ്രമാദമായ കേസുകളിലെ പോലീസിൻ്റെ കുറ്റപത്രത്തിലെ ഈ സ്ട്രോങ് അത് തന്നെയല്ലേ പല കുറ്റവാളികളും കോടതിയിലെത്തുമ്പോൾ ഈസിയായി ഊരി വരാം, നല്ല ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ വക്കീലന്മാരുണ്ടെങ്കിൽ എന്നെ ഒരു ചുക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നൊക്കെയുള്ള അഹംഭാവത്തിൽ നിന്ന് ഒരുപക്ഷെ ഇതുപോലെ തലകുനിച്ച് പിന്നെ എന്താ പറയുക, പിന്നെ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തമൊക്കെ മാറുന്നത് പോലീസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള കുറ്റപത്രം തന്നെയല്ലേ? കുറ്റവാളിയുടെ മസ്തകത്തിനുള്ള അടിയായിട്ടാണ് നമ്മളതിന് കണക്കാക്കുന്നത്. ഏത് കുറ്റവാളി? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചില പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്സ് കുറ്റവാളികളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിങ്ങളെ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചോളാം എന്നാണ് പറയുന്നത്. അങ്ങനെ അഹങ്കരിക്കുന്നതായിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെയും തലക്കുള്ള അടിയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. കാരണം എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് കുറ്റപത്രം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് അഡ്വക്കേറ്റ് വന്നാലും അവരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നതിന് ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ വിധി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പോലീസിനത് കൃത്യമായിട്ട് ചെയ്യാനറിയാം. അത് കൃത്യമായിട്ട് പോലീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഈ കാര്യങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. പലപ്പോഴുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ചിലപ്പോൾ ലാഘവോദ്യോഗം എടുക്കും. ഇപ്പോൾ നമ്മൾ ചേന്നമംഗലത്തെ കൊലപാതകം, ആ കൊലപാതകത്തിന് മുമ്പ് കുറ്റവാളിക്കെതിരെ പല പരാതികളൊക്കെ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പോലീസ് അയാളെ പിടിച്ചുകൊണ്ടുമൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ഇവൻ ഇങ്ങനെ കൊടുംക്രൂരനാണ് എന്ന് കരുതാൻ അന്ന് പോലീസിന് കരുതിയിരുന്നില്ല. അങ്ങനെ കരുതിയിരുന്നെങ്കിൽ പോലീസ് അന്ന് തന്നെ അതിനുള്ള നടപടികളിലേക്ക് പോകുമായിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ പോലീസ് വിളിച്ച് താക്കീതൊക്കെ ചെയ്ത് വിടുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം എന്നവർ കരുതുന്നുണ്ടാകും. അതായത് പോലീസിൻ്റെ ഒരു നല്ല മനസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉഴപ്പ് മനസ്സ്, രണ്ടും വേണമെങ്കിൽ അതിനകത്ത് വിടാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവിടെ ആ സംഭവങ്ങളുണ്ടായത്. പക്ഷേ പോലീസ് ഉണർന്നാൽ ഒരുത്തിന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല, കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളാണ്
പല പോലീസുകാരുടെയും കൃത്യനിർവഹണത്തിന് വിഘാതമായിട്ട് വരുന്നത്. പക്ഷേ ഈ വക കാര്യങ്ങൾ അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലും ഇടപെടലില്ലാതെ നമ്മുടെ പോലീസ് സേന മുന്നോട്ട് പോകട്ടെ. അങ്ങനെ പോയാൽ നമുക്ക് കുറച്ചും കൂടി നീതിപൂർവമായിട്ടുള്ളൊരു സാമൂഹിക വ്യവസ്ഥയും ജീവിത വ്യവസ്ഥയും ലഭിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും.